Good morning, all. Okay, class start ചെയ്യുന്നതാണ്. അപ്പോൾ ഡിസ്ചാർജ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഹോംവർക്ക് പോലെ ഞാൻ തന്നായിരുന്നോ? തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, മറന്നുപോയിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് ഞാൻ മറന്നു പോയി. നമ്മൾ പല പല ക്ലാസ്സിലൊക്കെ കയറുമ്പോ, പക്ഷെ ഇതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഓക്കെ, ഡിസ്ചാർജ് സമ്മറി നോക്കാൻ പറഞ്ഞായിരുന്നു. നോക്കിയായിരുന്നോ? എവിടെന്നെങ്കിലും പഴയ ഡിസ്ചാർജ് സമ്മറി ഒക്കെ കിട്ടിയോ? എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കി. എന്നിട്ട് എന്തൊക്കെയാണ് അപ്പോ ഡിസ്ചാർജ് സമ്മറിയിൽ കണ്ടത്? കുറച്ച് നമുക്ക് കിട്ടി അല്ലേ? അപ്പൊ പഴയ ഡിസ്ചാർജ് സമ്മറി കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി അല്ലേ? ഓക്കെ, എന്തൊക്കെയായിരുന്നു ഡിസ്ചാർജ് സമ്മറിയിലെ കണ്ടത്? ഇതെല്ലാ കാര്യങ്ങളും കണ്ടോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? എന്തെങ്കിലും മനസ്സിലായോ നോക്കിയപ്പോ? ഇപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണല്ലേ? അപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടാണല്ലോ. നെയിം ഉണ്ട്, ഏജ്, അഡ്രസ് ഉണ്ട്, ക്ലിനിക്കൽ നോട്ട്സുകളൊക്കെ ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇഞ്ചക്ഷൻസുകൾ തന്നിട്ടുണ്ടാകും, മെഡിസിൻസുകളുടെ ഡീറ്റെയിൽ അല്ലെ? മെഡിസിൻസുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഹോസ്പിറ്റലില് അതുവരെ എത്രത്തോളം ട്രീറ്റ്മെന്റ്സ് ആയിട്ടുണ്ടെങ്കിലും മെഡിസിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് എത്രത്തോളം ട്രീറ്റ്മെന്റ്സ് നമുക്ക് നൽകിയിട്ടുള്ളതും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ രോഗത്തിന്റെ വിവരങ്ങൾ. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയല്ലോ ഡിസ്ചാർജ് സമ്മറി എന്താണെന്ന്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പോളിസീസ് പോളിസീസിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് ആണ് എനിക്ക് തോന്നുന്നു 7th പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഇനി 8th പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 7th പോയിന്റ് വരെയാണ്. 8ാമത്തെ പോയിന്റ് നോക്കാം. The nurse shall be responsible for completing discharge checklist and explaining the discharge summary to the patient family. Then understanding shall be recorded in a document on discharge checklist by getting signed by patient and family. അതായത് നേഴ്സ് നമ്മളുടെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുള്ള നേഴ്സിന്റെ റെസ്പോൺസിബിൾ ആണ് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലെ? കംപ്ലീറ്റിംഗ് ദി ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ്. ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിനിങ് ദ ഡിസ്ചാർജ് സമ്മറി ടു ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി. നമ്മൾ ഡിസ്ചാർജ് സമ്മറി പേഷ്യന്റിനും അല്ലെങ്കിൽ ആ ഫാമിലിക്കും അത് എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുക്കുക. ഇത്ര മെഡിസിൻസ് ഒക്കെയാണ്, ട്രീറ്റ്മെന്റ്സ് ഒക്കെയാണ്, ദെൻ ഫോളോ അപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലെ? എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുക? പേഷ്യൻസിനും ഫാമിലിക്കും പറഞ്ഞു കൊടുക്കുക. ദെൻ അതിനുശേഷം എന്ത് വേണം? On the discharge checklist by getting signed by patient and family. ഇനി ആ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റില് പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറോ ഏതെങ്കിലും ഒരാൾ, ഫാമിലി എല്ലാവരും ഇല്ല, ഫാമിലിയിൽ ആരെങ്കിലും ഒരാൾ ചെക്ക് ലിസ്റ്റിൽ ഒന്ന് സമ്മറിയിൽ ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ അവര് സമ്മറിയും കാര്യങ്ങളൊക്കെ നഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളോട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ സൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ 9th പോയിന്റ്, patient who requested discharge against medical advice shall be explained the risk and informed consent policy. ഇനി പേഷ്യന്റ് ഇപ്പൊ ഏതെങ്കിലും പേഷ്യന്റ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് AMA ആയിട്ട് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പോ നഴ്സിനോട് വന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, നമ്മുടെ സ്വന്തം ഇഷ്ടത്താൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് വേണമെന്ന് പറയുകയാണെങ്കിൽ അവരോട് എക്സ്പ്ലെയിൻ റിസ്ക് ആൻഡ് ഇൻഫോംഡ് കൺസേൺ പോളിസി. അവരോട് അതിന്റെ റിസ്കുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാണ്. ദെൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ ചിലപ്പോ ഭാവിയിൽ ഇങ്ങനെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും സംഭവിക്കാം അല്ലെ? ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ വരാനായിട്ടുള്ള സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കൺസേൺ പോളിസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാണ്. നമ്മൾ പറഞ്ഞില്ലേ ഒരു ലാമ AMA ഫോം ഉണ്ടോ? AMA ഫോം ഓർമ്മയുണ്ടോ പറഞ്ഞത്? സോ അങ്ങനെയുള്ള ഒരു ഫോമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത്, patient who request discharge against medical advice, patient who leave hospital against medical advice are to be explained on consequences of LAMA and signature to be obtained LAMA form in the inpatient record. Then ഇതുപോലെ തന്നെ ഏതെങ്കിലും പേഷ്യൻസ് ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് വിപരീതമായിട്ട് പോവുകയാണെങ്കിൽ സിഗ്നേച്ചർ നമ്മൾ ആ ഒരു ലാമ ഫോമുല പേഷ്യന്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയും വേണം. ദെൻ അത് ഇൻപേഷ്യന്റ് റെക്കോർഡിൽ നമ്മൾ സൂക്ഷിക്കുകയും വേണം. ആ പേഷ്യന്റിന്റെ റെക്കോർഡിൽ ആ പേഷ്യന്റ് പോയി ലാമ ഫോം നമ്മൾ സൈൻ ചെയ്തത് ആ ഒരു ഫോം നമ്മൾ ആ പേഷ്യന്റിന്റെ റെക്കോർഡിൽ സൂക്ഷിക്കണം അല്ലെ? നമ്മള്
പേഷ്യൻസിന്റെ ഒരു ഫോം നമ്മൾ പറഞ്ഞു അല്ലെ, ഹോസ്പിറ്റല് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും കോൺസിക്വൻസ് സംഭവിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലോ ഡോക്ടറോ ഇതിന് ആരും ഉത്തരവാദിയല്ല എന്നുള്ളൊരു ഫോമില് സൈൻ ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുവാൻ. നമ്മൾ ഈ കൊടുത്ത ഫോം ആ പേഷ്യന്റിന്റെ ഇൻ പേഷ്യന്റ് റെക്കോർഡിൽ സൂക്ഷിക്കുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കാം. A patient who comes to casualty, take treatment and leave hospital with CMO consent as OP consultation are given prescription based on patient condition. ഇനി ഒരു കാഷ്വാലിറ്റിയിലോട്ട് പേഷ്യൻസ് വരികയാണെങ്കിൽ ആ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളെല്ലാം നോക്കുന്നത് CMO ആയിരിക്കും. CMO കൺസൾട്ടിലായിരിക്കുന്നത് ചീഫ് മെഡിക്കൽ ഓഫീസറായിരിക്കും. നമ്മള് കാഷ്വാലിറ്റിയിൽ വരുമ്പോൾ ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതും ദെൻ ആ പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് CMO ആയിരിക്കും. With the CMO consent, as OP consultation are given prescription based on patient condition. Then പേഷ്യന്റിന്റെ കണ്ടീഷൻസ് ഒക്കെ നോക്കിയതിനു ശേഷം മാത്രമേ OP കൺസൾട്ടേഷൻസിലോട്ട് വിടുകയുള്ളൂ. അതായത് നമ്മൾ കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിനെ ഫസ്റ്റ്ലി CMO കൺസെന്റിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ്സുകൾ കൊടുക്കുന്നത്. CMO നമ്മുടെ കാഷ്വാലിറ്റിയിൽ പേഷ്യൻസിന് വരുമ്പോൾ പേഷ്യൻസിനെ സ്വീകരിക്കുന്നതും അതിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ചെയ്യുന്നത്. എന്നിട്ട് CMO ആണ് പേഷ്യൻസിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് ഇനി ചിലപ്പോൾ എന്തെങ്കിലും ക്രിട്ടിക്കലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫിസിഷ്യനെ കോൺടാക്ട് ചെയ്തിട്ട് OP കൺസൾട്ടേഷൻസിലോട്ട് മാറ്റുന്നത്. ഓക്കെ, then next last point, the hospital administration must make sure that every hospital has some organized discharge planning and that can increase patient satisfaction. എല്ലാ ഹോസ്പിറ്റലുകളും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് പ്ലാൻ തയ്യാറാക്കണമെന്ന് അല്ലെ, അല്ലാതെ ചുമ്മാ പറഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകാനല്ല, അതിനൊരു പ്ലാനിങ് വേണം, ഒരു പ്രോസസ്സും ഇതുപോലെ തന്നെ കുറച്ച് നടപടികളും പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അത് പേഷ്യന്റിനെ കുറച്ചും കൂടി സംതൃപ്തനാക്കുന്നു അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളോട് ഇത്ര എമൗണ്ട് ആണെന്ന് പറയുകയാണ്, എന്തിന് ഇത്ര എമൗണ്ടുകൾ ചിലവായി എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ ബില്ലുകൾ കൃത്യമായിട്ട് തരികയാണ്, മെഡിസിൻ ഇത്ര എമൗണ്ട്, ദെൻ ഓരോന്നിനുമുള്ള ഒരു എമൗണ്ട്, ഓരോന്നിനും ചാർജ് എടുത്തിട്ടുള്ള എമൗണ്ട്, കൃത്യമായിട്ട് നമുക്കൊരു പ്രോസസ്സും പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അല്ല അവർ ടോട്ടൽ ഇത്ര ഒരു എമൗണ്ട് പറയുകയാണ്, നിങ്ങൾ സംതൃപ്തിയാണോ? ഡിസ്ചാർജ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ ബില്ലാണ് തരുന്നത്, ഇത്ര എമൗണ്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ പോയിക്കോളും, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ആണോ? അല്ല അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഡിസ്ചാർജ് ആകുമ്പോൾ ഒത്തിരി സമയം എടുക്കാറുണ്ട് അല്ലേ. ഇപ്പൊ മോർണിംഗ് നമ്മൾ ഡിസ്ചാർജ് ആയി പേഷ്യന്റ് എല്ലാം നോക്കി ആയി എല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബില്ലിന്റെ കാര്യങ്ങൾ നടത്താനായിട്ട് ചിലപ്പോൾ ഉച്ചവരെ സമയം എടുക്കേണ്ടതായിട്ട് വരും ഇല്ലേ. അങ്ങനെയല്ലേ പൊതുവെ ഡിസ്ചാർജ് കിട്ടാനായിട്ട് കുറച്ച് താമസമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ താമസം വരുന്നത്? അതിന്റേതായിട്ടുള്ള ഒരു പ്ലാനിങ് പ്രോസസ്സും പ്രൊസീജിയേഴ്സും ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ചാർജ് പോളിസിയിൽ വരുന്നത്. ഇൻഷുറൻസ് ആണെങ്കിൽ അതിനും കൂടുതൽ ടൈം എടുക്കും. ഇൻഷുറൻസിന്റെ പ്രോസസ്സ് നമ്മൾ നടത്തുക, അതിന്റെ പേപ്പറുമായിട്ട് ചെയ്യാണെങ്കിൽ ഉണ്ടാകും അല്ലേ. ഓക്കെ, പോളിസീസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, ഒന്ന് വായിച്ചു നോക്കാം. എല്ലാ പോയിന്റും കൂടി ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. ബാക്കി പോയിന്റ്സുകൾ 7 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. മനസ്സിലാക്കി പഠിക്കാം. നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അറിയാം, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കാം. ചെറിയൊരു ചാപ്റ്ററാണ്, കുഞ്ഞു ചാപ്റ്ററാണ്. ഓക്കെ, പതിനൊന്നാമത്തെ പോയിന്റ് പറയുന്നത് കാഷ്വാലിറ്റിയിലോട്ട് നമ്മൾ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ചീഫ് മെഡിക്കൽ ഓഫീസർ CMO ആണ് പേഷ്യൻസിനെ നമ്മൾ സ്വീകരിക്കുന്നത്. അതുപോലൊപ്പം തന്നെ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ദെൻ പേഷ്യൻസിന്റെ കണ്ടീഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ മറ്റ് ഫിസിഷ്യനെയും മറ്റും വിളിക്കുന്നത്. ഓക്കെ, CMO ആണെന്നുള്ള കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക കേട്ടോ. CMO ആണ് കാഷ്വാലിറ്റിക്ക് വരുന്ന പേഷ്യന്റിനെ നമ്മൾ സ്വീകരിക്കുന്നത്. ഓക്കെ,
CMO ഓക്കെ കാഷ്വാലിറ്റി ചീഫ് മെഡിക്കൽ ഓഫീസർ എന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ CMO ചീഫ് മെഡിക്കൽ ഓഫീസർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ. അത് മാറിപ്പോയി മിസ്സേ. ഓക്കെ കാഷ്വാലിറ്റി ആണല്ലോ, അപ്പൊ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ചീഫ് മെഡിക്കൽ ഓഫീസർ വരുന്നുണ്ട്. ഇവിടെ കാഷ്വാലിറ്റി ആയിരിക്കും കേട്ടോ. കാഷ്വാലിറ്റിയിലോട്ട് വരുന്ന പേഷ്യൻസ് അല്ലേ. ഓക്കെ ഒരാൾ മാത്രം ശ്രദ്ധിച്ചോളല്ലേ പറഞ്ഞപ്പോ. ഓക്കെ ഫുൾ ഫോം അറിയാലോ. ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എട്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? നഴ്സസിന്റെ ഡ്യൂട്ടി ആണെന്ന് ഡിസ്ചാർജ് സമ്മറി എക്സ്പ്ലനേഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റുകൾ, അതായത് നമ്മുടെ മെഡിസിൻസ് ഡീറ്റെയിൽ ഒക്കെ തന്നെയാണ്. അത് എക്സ്പ്ലനേഷൻ ചെയ്ത് അതിലുള്ള പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറെ കൊണ്ട് സൈൻ ചെയ്യിക്കാം. LAMA full form leave against medical advisor. Leave against medical advisor. Leave against medical advisor. കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൈപ്പ് ചെയ്തിട്ടുണ്ടേ നോക്കാം. നെക്സ്റ്റ് വൺ നോക്കാം. ഡിസ്ചാർജ് പ്രോസസിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ്. ഈ ഒരു ഫ്ലോ ചാർട്ടിനെ കുറിച്ച് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ ഡിസ്ചാർജ് പ്രോസസ് എങ്ങനെയാണ് ഒരു ഡിസ്ചാർജ് നടക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ചെയ്യുന്നത് റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. ഡോക്ടറാണ് എന്ത് ചെയ്യുന്നത്? ഓർഡർ നൽകുന്നത് ഡിസ്ചാർജ് ചെയ്യാം അല്ലെ. ചിലപ്പോ ഒരു 7 ഡേയ്സോ അല്ലെങ്കിൽ 5 ഡേയ്സ് ഒക്കെ ട്രീറ്റ്മെന്റ്സിനൊക്കെ ശേഷം, ഇഞ്ചക്ഷനും ട്രീറ്റ്മെന്റ്സിനൊക്കെ ശേഷം എന്ത് ചെയ്തു? ഡോക്ടറാണ് പറയുന്നത് ഓക്കെ ഇപ്പൊ നോർമൽ ആയിട്ടുണ്ട് അല്ലെ, നല്ല വ്യത്യാസമുണ്ട്, ഇഞ്ചക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പിന്നെ നമുക്ക് ഡിസ്ചാർജിനുള്ള ഓർഡർ എന്ത് ചെയ്യും? ഡോക്ടർ കൊടുക്കുന്നു. ദെൻ ഇൻഫോർമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്, മറ്റു ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോ വാർഡിലാണ് പേഷ്യന്റ് കിടക്കുന്നെങ്കിൽ ആ നഴ്സിംഗ് സ്റ്റേഷനിലോട്ട് വിവരം അറിയിക്കുന്നു ഡിസ്ചാർജ് ആക്കി എന്നുള്ളത്. അടുത്തതായിട്ട് ചെയ്യുന്നത് റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ്. അപ്പൊ ബാക്കി വരുന്ന മെഡിസിൻസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് റിട്ടേൺ ചെയ്യുമ്പോൾ അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോഴേ നമ്മുടെ കയ്യിലുള്ള ബാക്കി വരുന്ന മെഡിസിൻസുകൾ അവർ തന്നെ അത് റിട്ടേൺ ചെയ്യും. ഓക്കെ റിട്ടേണിംഗ് പേഷ്യന്റ് മെഡിക്കേഷൻസ്. ദെൻ പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്. ശേഷം എന്ത് ചെയ്യും? ബില്ലും കാര്യങ്ങളൊക്കെ അവർ പ്രിപ്പറേഷൻ ചെയ്യും. ഓരോന്നിനുമുള്ള ബില്ലുകളും കാര്യങ്ങളും പ്രിപ്പറേഷൻ ചെയ്യുന്നു. Then check mode of payment, cash or insurance. എന്നിട്ട് നമ്മളത് പേയ്മെന്റ് എങ്ങനെയാണ്? ക്യാഷ് ആയിട്ടാണോ, അടയ്ക്കാനാണോ, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഇൻഷുറൻസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഏതാണെന്ന് തീരുമാനിക്കുന്നു, ചെക്ക് ചെയ്യുന്നു. Then verification with respective insurance providers if any. ഇനി ഇപ്പോ ആവശ്യമാണെങ്കിൽ ഇപ്പൊ ചില പേഷ്യൻസിന് അവർക്ക് എന്തായിരിക്കും? ഇൻഷുറൻസ് ഉള്ളതായിരിക്കും. സോ അങ്ങനെയുള്ള ഇൻഷുറൻസ് പ്രൊവൈഡറുമായിട്ട് വെരിഫിക്കേഷൻ ഒക്കെ നടക്കും. ഓക്കെ then inform parts to pay bill payment. പേഷ്യൻസിന്റെ പേയ്മെന്റ് എന്താണ്? രോഗിയെ കൊണ്ട് ബിൽ അടയ്ക്കാനായിട്ട് ഓരോ വാർഡുകളെ അറിയിക്കുന്നു. ആ പേഷ്യന്റ് എടുക്കുന്ന വാർഡിലോട്ട് പറയും ബില്ല് ഓക്കെ ആയിട്ടുണ്ട്, ബില്ല് അടയ്ക്കാൻ പറയുന്നു. then settlement of ബില്ല് സെറ്റിൽമെന്റ് ചെയ്യുന്നു. then collecting discharge medication. ഇനി ഡിസ്ചാർജ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും മെഡിസിൻസ് ഒക്കെ ചിലപ്പോൾ 1-2 ആഴ്ച കഴിക്കാനൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻസ് വാങ്ങിക്കുന്നു. Then explain medication and provide discharge summary. മെഡിക്കേഷൻ മരുന്നുകളെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇന്ന മെഡിസിൻ ആണ്, എത്ര നേരം ഒരാഴ്ച കഴിക്കുക എന്നൊക്കെ പറയുന്നു. Then discharge summary കൊടുക്കും പേഷ്യൻസിന്. Then arrange transportation if needed. ആവശ്യമെങ്കിൽ ചിലപ്പോൾ അവർ സ്വന്തം വണ്ടിക്ക് പോകുന്നതെങ്കിൽ അങ്ങനെ, അല്ലാതെ ചില ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അവിടെ തന്നെ വണ്ടികൾ ഏർപ്പാടാക്കി കൊടുക്കും. Then last one documentation of discharge and remove patient from HIS. ഡോക്യുമെന്റേഷൻ, ഡിസ്ചാർജിന്റെ ഡോക്യുമെന്റേഷനും പിന്നെ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നിന്നും ആ പേഷ്യന്റിനെ റിമൂവ് ചെയ്യുന്നു. കാരണം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി കൊടുത്തല്ലോ. HIS നിന്നും എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നിന്നും അതിനെ റിമൂവ് ചെയ്യും. ഓക്കെ ഒത്തിരി പേഷ്യൻസ് വരുമല്ലോ, അപ്പൊ ഡിസ്ചാർജ് ചെയ്തവരെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യും. ഓക്കെ ഇതാണ് ഒരു ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ആണോ? വായിച്ചിട്ട് വല്ല കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഡിസ്ചാർജിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് വായിച്ചു നോക്കിയേ.
ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട് വായിച്ചു നോക്കാം കേട്ടോ. സിമ്പിൾ ആണ്, ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ മനസ്സിലാകുമല്ലോ. ഒരു 5 പ്രാവശ്യം വായിക്കുക കേട്ടോ. 5 പ്രാവശ്യം വായിക്കാൻ പറയുന്നത് 5 പ്രാവശ്യം വായിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിലോട്ട് ഉറപ്പിക്കണം. ഓക്കെ, വായിച്ചു നോക്കാം. 5 times വായിക്കണം, എങ്കിലേ അത് മനസ്സിൽ നിൽക്കോളും. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കസിൻസോ ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാലോ. അവർക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ, പ്രോസസ്സ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളെപ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി നമുക്ക് ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കാൻ കൂടി സാധിക്കണം. ഓക്കെ, ഹോസ്പിറ്റലൊക്കെ ആകുമ്പോ എല്ലാവരുടെ ലൈഫിലും ഹോസ്പിറ്റല് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് പോകുമ്പോഴും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലേ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ പഠിച്ചതില് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ? ഒന്നും പറയാറില്ല. പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെയാണോ? ഉണ്ട്, ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറച്ചു പേര് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്? ഹസ്ബൻഡ് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഓരോ കാര്യങ്ങളും അല്ലേ? അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മുടെ അറിവോടെ കൂടുന്നത്. നമുക്കും വളരെയധികം വളരെയധികം നിങ്ങൾക്ക് സന്തോഷം തോന്നാറില്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ? ഇത്രയും നാളെ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ലാത്ത ഒരാളായിരിക്കാം അല്ലെ. ചെറിയൊരു പനിയും ചുമയായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഡോക്ടറെ പോയി കാണാമായിരുന്നു ആൾക്കില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമായിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്താണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ, നമ്മൾ പഠിച്ചു കൂടുതല്. ICUവിനെ പറ്റി ആയിട്ടുണ്ടെങ്കിലും റേഡിയോളജി ആണെങ്കിലും അല്ലെങ്കിൽ റേഡിയോളജി പഠിച്ചിരുന്നുണ്ട് അല്ലെ. ദെൻ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങള് ഇല്ലേ. അപ്പൊ ഓരോന്നിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ നല്ലൊരു അറിവ് കിട്ടി. നിങ്ങളത് മറ്റുള്ള ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും പറയുമ്പോൾ വളരെ ഹാപ്പി അല്ലേ നിങ്ങള്? ആണോ? ഹാപ്പി ആയിരിക്കില്ലേ? ഓക്കെ, അപ്പൊ തുടർന്നും നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഭയങ്കര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ പറയുമെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും, ഷുവർ ആയിട്ട് കിട്ടും. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട്. ഇടയ്ക്ക് നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണമല്ലോ. നമ്മളുടെ ഈ ക്ലാസ്സിൽ അധികം എന്താ പറയാ അറിയാലോ, നമുക്കധികം ഇന്ററാക്ഷൻ ക്ലാസ് വരുന്നില്ല. എങ്കിലും ചെറിയൊരു മോട്ടിവേഷനോ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് നൽകണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മഹാപുറായിരിക്കില്ലേ എപ്പോഴും ഇങ്ങനെ ടീച്ചർ ക്ലാസ് കൊടുക്കും. ചെറിയ കാര്യങ്ങളൊക്കെ പറയാട്ടോ ഇടയ്ക്ക്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട്. അപ്പൊ ഇനി ഡിസ്ചാർജിനെ കുറിച്ച് ആര് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ സാധിക്കണം കേട്ടോ. പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോലും ഡിസ്ചാർജ് ഇങ്ങനെയാണ്, പ്രോസസ് ഒക്കെ ഉണ്ട് അതിന് അല്ലേ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ. ഓക്കെ, വായിച്ചു. മൂന്നാമത്തെയാണോ? ഫ്ലോ ചാർട്ടിലത്തെ ആണോ ചോദിച്ചത്? മൂന്നാമത്തത്. അതായത് നമുക്ക് മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിലേ ഇപ്പൊ ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് റിട്ടേൺ ചെയ്യും, തിരികെ കൊടുക്കും. ഇതിന്റെ ആവശ്യമില്ലാലോ. ഡോക്ടർ വന്ന് നോക്കിയപ്പോ ആള് ഓക്കെ ആണ്, ഓൾറെഡി എല്ലാം നോർമൽ ആണ് എന്ന് പറയുമ്പോൾ ബാക്കി വരുന്ന മെഡിക്കേഷൻസ് ഇഞ്ചക്ഷനോ മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ അത് അവർ റിട്ടേൺ ചെയ്യും. നമുക്ക് ഇനി അത് വെറുതെ വെച്ചത് കൊണ്ട് യാതൊരു ഉപകാരം ഇല്ലല്ലോ. മൊത്തത്തിൽ പെട്ടെന്ന് പറയണോ? എന്ത് ജിനി പെട്ടെന്ന് പറയാനായിട്ട്? ഒരു പ്രാവശ്യം കൂടി പറയാം കേട്ടോ, ശ്രദ്ധിക്കാം. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. ഡോക്ടർ വന്ന് നോക്കി കുഴപ്പമൊന്നുമില്ല, ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഓക്കെ ആയി, നോർമൽ ആണെന്ന് പറയുമ്പോൾ ഡോക്ടർ എന്ന് പറയുന്നു റിട്ടേൺ എഴുതി കൊടുക്കുകയായിരുന്നു ഡിസ്ചാർജിന്. ദെൻ ഡോക്ടർ എഴുതി കൊടുത്തതിന് ശേഷം ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്, മറ്റു ഡിപ്പാർട്ട്മെന്റിലോട്ട് ഇൻഫോർമേഷൻ കൊടുക്കുകയാണ്. ഇന്ന പേഷ്യന്റിനെ ഇന്ന റൂമിൽ കിടക്കുന്ന എത്രാം റൂം നമ്പർ എത്ര പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കുന്നു. ദെൻ നമ്മൾ പേഷ്യൻസിന്റെ കയ്യിൽ ബാക്കി വരുന്ന ഇഞ്ചക്ഷൻസ് ആയാലും പേഷ്യൻസിന് വെച്ചിരുന്ന മെഡിസിൻസ് ഒക്കെ റിട്ടേൺ ചെയ്യുന്നു, ഹോസ്പിറ്റൽ അവിടെ തന്നെ എടുക്കുന്നു. ദെൻ ബില്ലിന്റെ പ്രിപ്പറേഷൻസ് ആണ് നടക്കുന്നത്, ബില്ലിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ദെൻ ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ഇനി ക്യാഷ് ആണോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ ആണോ ചെക്ക് ചെയ്യുന്നു, പേഷ്യൻസിനോട് ചോദിക്കുന്നത്. ദെൻ വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഇഫ് എനി, അതായത് ഇനി ഇപ്പൊ ആവശ്യമാണെങ്കിൽ ചിലർക്ക് ഇതുപോലെ ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുമായിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ ഒക്കെ നടത്തും. അവിടെ ഒരു എന്താ പറയാ PPA ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ അല്ലേ. അതായത് തേർഡ് പാർട്ടി ഇതുപോലെ ഇൻഷുറൻസ് ചെയ്യുന്നവരുണ്ടാകും.
Then inform what to pay bill the payment. വാർഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ബില്ല് അടയ്ക്കാനായിട്ട് വാർഡുകളിലോട്ട് അറിയിക്കുന്നു. ബില്ല് സെറ്റ് ആയിട്ടുണ്ട്, ബില്ല് അടയ്ക്കാൻ പറയുന്നു. Then settlement of bill. ബില്ല് അവർ എന്ത് ചെയ്യുന്നു? പേഷ്യന്റ് സെറ്റിൽമെന്റ് ചെയ്യും. Then collecting discharge medication. ഇനി ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡോക്ടർ ചിലപ്പോൾ എന്തെങ്കിലും മേ ബി എന്താ പറയാ ചിലപ്പോ കൂടുതൽ ചിലപ്പോ കാൽസ്യം അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും മെഡിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്ത് വാങ്ങിക്കാം. Explain medication and provide discharge summary. ഈ മെഡിസിൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമ്മളോട് അവർ എന്ത് ചെയ്യുന്നു? മെഡിക്കേഷൻ എങ്ങനെയാണ് കഴിക്കേണ്ടത്, എത്ര ദിവസമാണ് കഴിക്കേണ്ടത് എന്നൊക്കെ എക്സ്പ്ലനേഷൻ ചെയ്തു തരുന്നു. Then ഡിസ്ചാർജ് സമ്മറി തരുന്നു അതോടൊപ്പം തന്നെ. Then arrange transport if needed. ഇനി ആവശ്യമെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവര് നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ചെയ്തു തരുന്നു. Then last one, documentation of discharge and remove patient from HIS. Hospital information system discharge ആയിട്ടുള്ള പേഷ്യൻസിന്റെ ആ ഒരു ഡോക്യുമെന്റ്സ് കാര്യങ്ങളും റിമൂവ് ചെയ്യുന്നു. കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, then അത് റിമൂവ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? പെട്ടെന്ന് പറഞ്ഞപ്പോ ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആയി. Then next നോക്കാം, what is a discharge summary? എന്താണ് ഒരു ഡിസ്ചാർജ് സമ്മറി? എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ നേരിട്ട് കണ്ടു നോക്കി അല്ലേ? നോക്കാം. A discharge summary is a clinical report prepared by a health professional at the conclusion of a hospital stay. Underline ചെയ്യാട്ടോ. A discharge summary is a clinical report. ഒരു clinical report ആണ് prepared by health professional at the conclusion of hospital stay. ഹോസ്പിറ്റലിൽ നിന്നും സ്റ്റേ ചെയ്ത് നമ്മൾ വിടുന്ന സമയത്ത് ഡിസ്ചാർജിന്റെ ആ ഒരു ടൈമിലാണ് ഹോസ്പിറ്റൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. It is often the primary mode of communication between hospital care team and aftercare providers. ഇതൊരു എന്താ പറയാ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡാണ്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്? ഹോസ്പിറ്റൽ കെയറും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കെയർ പ്രൊവൈഡറും തമ്മിൽ, ആഫ്റ്റർ കെയർ പ്രൊവൈഡറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണത്. അതായത് നമ്മൾക്ക് അത്രയും നാൾ നമുക്ക് തന്നിരിക്കുന്ന ട്രീറ്റ്മെന്റ്സിന്റെ ആയിട്ടുണ്ടെങ്കിലും മെഡിസിൻസുകളുടെയും ഹിസ്റ്ററി അവർ തമ്മിലുള്ള നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടും ഇല്ലേ? നിങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായി കാണും നമുക്ക് അതുവരെ നമുക്ക് എന്തെല്ലാമാണ് മെഡിസിൻസ് നൽകിയത്, എന്തൊക്കെ ഇഞ്ചക്ഷൻ എടുത്തു, മറ്റേതെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടോ, ട്രീറ്റ്മെന്റ്സുകൾ വേറെ ഏതെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ആ ഒരു സമ്മറി എടുക്കുമ്പോൾ മനസ്സിലാവും. സമ്മറി നോക്കിയവർക്ക് മനസ്സിലായോ? മനസ്സിലായി കാണില്ലേ നിങ്ങൾക്ക്? ഏതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള മെഡിക്കേഷൻസ്, മറ്റേതെങ്കിലും ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ടുണ്ടോ? മനസ്സിലായോ? നോക്കിയ ആളുകള് സമ്മതി നോക്കിയ ആളുകളില്ലേ? അവർക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പോ ഡിസ്ചാർജ് സമ്മറി എന്താണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അത്രയും നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഹോസ്പിറ്റൽ സ്റ്റേ ക്ലിനിക്കൽ റിപ്പോർട്ടാണ്, ഹെൽത്ത് പ്രൊഫഷണൽ ആണ് അത് തയ്യാറാക്കുന്നത്. ഓക്കെ, then നോക്കാം ഇനി the discharge summary shall include. എന്തൊക്കെയാണ് ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എങ്കിലും പോയിന്റ്സ് നോക്കാം കേട്ടോ. ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ വേണ്ട കാര്യങ്ങൾ. The reason for admission, significant findings, diagnosis and patient's condition at discharge. അഡ്മിഷൻ ചെയ്യാനുള്ള കാരണം, അതായത് അസുഖങ്ങൾ എന്താണ്, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് മീൻസ് എന്തെങ്കിലും കണ്ടെത്തലുകൾ, ടെസ്റ്റുകൾ, ഡയഗ്നോസിസ് ആൻഡ് പേഷ്യൻസ് കണ്ടീഷൻ അറ്റ് ഡിസ്ചാർജ്. ആ ഡിസ്ചാർജ് ടൈമിലുള്ള പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ദ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, ലബോറട്ടറി റിസൾട്ട്സ്, അതായത് അന്വേഷണങ്ങൾ, മറ്റേതെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടോ, ദെൻ ലബോറട്ടറി റിസൾട്ടുകൾ. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ദ മെഡിക്കേഷൻ ഗിവൺ ആൻഡ് പ്രൊസീജിയർ ഡൺ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന മെഡിക്കേഷൻസുകളും കാര്യങ്ങളും. ഫോളോ അപ്പ് അഡ്വൈസ് സമ്മറിയിൽ എഴുതിയിട്ടുണ്ടാകും, ചിലപ്പോ 1 വീക്ക് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഫോളോ അപ്പ് കൊടുത്തിട്ടുണ്ടാകും. സോ ഫോളോ അപ്പ് അഡ്വൈസ് എഴുതി കാണും. Then medication and other instruction and how to obtain urgent care in an understandable manner. മരുന്നുകളും അതിനോടൊപ്പം തന്നെ മറ്റു നിർദ്ദേശങ്ങൾ, ചിലപ്പോൾ ചില പേഷ്യൻസിന് ഡയറ്റ് ചാർട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും.
സോ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. ഒപ്പം തന്നെ എന്താണ് ഒരു അർജന്റ് കെയർ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നേടാമെന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടാകുന്നു. അതായത് ഇനി പെട്ടെന്ന് എന്തെങ്കിലും അർജന്റ് ആയിട്ട് വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻ ചെയ്യണം, അല്ലെങ്കിൽ ആ മെഡിസിൻ കഴിക്കണം എന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് സമ്മറിയിൽ എഴുതിയിട്ടുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പോയിന്റുകൾ ഒന്ന് പഠിച്ചു വെക്കണം, ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്ത് വെച്ചേക്കൂ. ദെൻ നമ്മൾ നോക്കിയ ഡിസ്ചാർജ് സമ്മറി എന്താണെന്ന് കീർത്തന പറയാട്ടോ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തേക്കട്ടെ, നോക്കാം. അപ്പോൾ ഡിസ്ചാർജ് സമ്മറി എന്താണെന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്തു. ദെൻ ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, കാരണം അത് മനസ്സിലാക്കി പഠിക്കാം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പൊ അതിന് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു അല്ലെ. ഒന്ന് വായിച്ചു നോക്കിയേ ഡിസ്ചാർജ് സമ്മറി എന്താണ്, ദെൻ സമ്മറിയിൽ പറയുന്ന കാര്യങ്ങൾ. അഞ്ചാമത്തെ പോയിന്റ് മരുന്നുകളുടെ ഡീറ്റെയിൽസും അതിന്റെ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ടാകും. ദെൻ അതോടൊപ്പം തന്നെ ഒരു അർജന്റ് കെയർ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും അതിൽ എഴുതി കാണുന്നു. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും അർജന്റായിട്ട് പെട്ടെന്ന് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇന്ന മെഡിസിൻ കഴിക്കാം, അല്ലെങ്കിൽ അപ്പൊ തന്നെ ഡോക്ടറെ വന്ന് കാണുക എന്നുള്ള രീതിയിൽ ആ ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, നേരത്തെ ഡൗട്ട് ചോദിച്ച ആൾക്കാണ് 11 12 ആണോ ചോദിച്ചത് കീർത്തന പോളിസിയില്? ഓക്കെ, 11 പറയുന്നത് നോക്കാം. A patient who comes to casualty take treatment and leave hospital with CMO consent as OP consultation are given prescription based on patient condition. അതായത് ഒരു പേഷ്യന്റ് കാഷ്വാലിറ്റിയിലോട്ട് വരികയാണ്, എന്തെങ്കിലും അസുഖങ്ങളായിട്ട് നമ്മൾ കാഷ്വാലിറ്റിയിൽ സ്വീകരിക്കുമ്പോൾ ആ കാഷ്വാലിറ്റിയിൽ വരുമ്പോൾ ആ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും സ്വീകരിക്കുന്നതും കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആയിരിക്കുന്നത്. ദെൻ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഒ പി കൺസൾട്ടേഷൻ വിവരം അറിയിക്കുന്നത്. ഫസ്റ്റില് ട്രീറ്റ് ചെയ്യുന്നത് കാഷ്വാലിറ്റിയിൽ വരുമ്പോൾ പേഷ്യന്റിനെ നമ്മൾ നോക്കുന്നത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് the hospital administration must make sure that every hospital has an organized discharge plan. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്ലാൻ തയ്യാറാക്കണം. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനും എത്രയാണ് പേയ്മെന്റ് വരുന്നത്, ബില്ലും കാര്യങ്ങളും അതൊരു കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറിലായിരിക്കണമെന്ന്. സോ ഇറ്റ് ക്യാൻ ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അത് നമ്മളുടെ പേഷ്യൻസിന്റെ ഒരു സംതൃപ്തിയെ കൂട്ടുന്നു അല്ലെ. നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ സംതൃപ്തി ആകുകയുള്ളൂ. ഓക്കെ, ഒരു പ്ലാൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വേണം നമ്മള്. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ലാസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ, ഡിസ്ചാർജ് സമ്മറി. ദെൻ സമ്മറിയിൽ വരുന്ന കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞായിരുന്നോ? ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻസ് മീൻസ് സിമ്പിൾ അല്ലേ, ഒന്ന് നോക്കി വെച്ചേക്കും കേട്ടോ. ചിലപ്പോ ഏതെങ്കിലും വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനോ ആ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മളുടെ ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ? പെട്ടെന്ന് കഴിഞ്ഞില്ലേ ചാപ്റ്റർ? കഴിഞ്ഞോ? പെട്ടെന്ന് കഴിഞ്ഞോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും അല്ലേ? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ
വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും. അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. ഓൺലി ആ ഡിസ്ചാർജ് പ്രോസസ് എന്താണോ അതിന്റെ കുറച്ച് ഘട്ടങ്ങൾ മാത്രം പറയുന്നു. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. ഓക്കെ, ഇനി എല്ലാം ഇങ്ങനെ സിമ്പിൾ ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് എല്ലാം സിമ്പിൾ ഒന്നല്ല. ഫസ്റ്റ് തുടക്കത്തിലെ മിസ് വലിയ പാടായിട്ട് ചാപ്റ്റർ ഒന്നും കൊണ്ടുവരുന്നില്ല കരുതിയിട്ടാണ് കേട്ടോ. ഇനി കുറച്ച് ജനറൽ ടോപ്പിക്കുകളൊക്കെ വരും കേട്ടോ. അപ്പൊ കുറച്ച് നിങ്ങളെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും, എങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കത് എന്തായാലും നല്ല എളുപ്പത്തിൽ തന്നെ പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ടീച്ചർ അടുത്തൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ചാപ്റ്റർ ടെക്സ്റ്റിലെ നമ്പർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് എടുത്തിട്ടില്ലല്ലോ. മിസ്സുമാർ ആരും എടുത്തിട്ടില്ലല്ലോ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എടുത്തോ ആരെങ്കിലും? ഇല്ല. ഓക്കെ, അപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് അല്ലെ. നമ്മളെ പേര് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതിൽ പ്രത്യേകിച്ച് എന്താ പഠിക്കാനുള്ളതെന്ന്. ആണോ? പലരും ചിന്തിച്ചു കാണും. ഇപ്പോ ചിന്തിച്ചില്ലേ? പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ എന്താ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? അങ്ങനെ ഒരു ചിന്ത വന്നോ? സത്യസന്ധമായിട്ട് പറയൂ. ചാപ്റ്ററിന്റെ പേര് കണ്ടപ്പോ അങ്ങനെ തോന്നിയോ? ആർക്കും തോന്നിയില്ല. ഓക്കെ, സോ പറഞ്ഞപ്പോ വന്നു. ഓക്കെ, സഫീറക്കും ചിരിക്കുന്ന നേരത്തെ തോന്നി. ഓക്കെ, നോക്കാം. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ട്രാൻസ്ഫർ ചെയ്യാം. അവിടെ നിന്ന് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്തു ഇല്ലേ, പറയാറില്ലേ? ഷിഫ്റ്റ് ചെയ്തു എന്നതിനേക്കാൾ കൂടുതലായിട്ട് പറയുന്നത് എപ്പോഴും എന്താ? ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്നതാണ് അല്ലെ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങളുടെ അറിവില്ല? എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ചിലപ്പോൾ കുറച്ച് ക്രിട്ടിക്കലൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് കേൾക്കുന്നത്. എമർജൻസി ഒക്കെ വരുമ്പോൾ അല്ലെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? മറ്റേതെങ്കിലും ഹോസ്പിറ്റലുകളിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു മെഡിക്കൽ കോളേജ് കുറച്ച് ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ നല്ലൊരു ഫെസിലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പക്ഷെ അതിലുപരി ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് പോലെ അത്ര സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതല്ല. എങ്കിലും നിങ്ങൾ എന്താ പറയാ, നമുക്കൊരു അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ വേണം. നല്ലൊരു ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിലുപരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാത്തൊരു പുതിയൊരു അറിവാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ. സോ ആ ഒരു എന്താ പറയാ പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരു എത്ര ടഫ് ആണെങ്കിലും നമ്മൾ അതിനൊന്ന് ഇഷ്ടപ്പെട്ട് നമ്മളൊന്ന് ആഗ്രഹിച്ചിരുന്നു നോക്കി. ഓക്കെ, നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആഗ്രഹത്തോടെ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളൊരു ഇഷ്ടത്തോടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ എത്ര ബോറാണെങ്കിലും നിങ്ങൾക്കത് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതും അങ്ങനെ ഒരു മീൻസ് അങ്ങനെ നമ്മൾ പുതിയൊരു അറിവാണ് എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ ഇരിക്കുക കേട്ടോ. നോക്കാം, ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. ഇൻട്രൊഡക്ഷൻ. The intra and inter-hospital patient transfer is an important aspect of patient care, which is often handled to enhance the existing management of patient. Anyway, intra and inter-hospital patient transfer is an important aspect. ഒരു പേഷ്യന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഒരു ഹോസ്പിറ്റലിലെ ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി അതോട് ഡൗട്ട് വന്നേക്കാം, എന്താണ് ഇൻട്രാ ആൻഡ് ഇന്റർ അല്ലെ? നോക്കാം, പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഒരു പേഷ്യന്റിന്റെ ട്രാൻസ്ഫറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. Which is often handled to enhance existing management of patient.
എക്സിസ്റ്റിംഗ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റിന്റെ ആ ഒരു സിറ്റുവേഷൻ മാനേജ്മെന്റ് അല്ലെ, ഒരു ഇപ്പോഴത്തെ ആ ഒരു കണ്ടീഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞു എമർജൻസി സിറ്റുവേഷൻസ് ചിലപ്പോൾ ആ ഓൾറെഡി ഉള്ള ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റികൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ICUവിന്റെ ഫെസിലിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു വെന്റിലേറ്റിംഗ് സൗകര്യം ഉണ്ടായിരിക്കില്ല. സോ അവന്റെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് മാനേജ്മെന്റിൽ നിന്നും നല്ലൊരു ഉയർന്ന ഒരു പരിചരണം അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റ്സോ കെയറോ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൽ പറയുന്നതാണ് ഇൻട്രാ ആൻഡ് ഇന്റർ ട്രാൻസ്ഫർ. ഇനി നമുക്ക് എന്താണ് ഇൻട്രാ ആൻഡ് ഇന്റർ എന്ന് നോക്കാം. ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ, കാരണം ഇത് എപ്പോഴും പലപ്പോഴും അങ്ങോട്ട് ഇങ്ങനെ മാറിപ്പോകും എല്ലാവർക്കും. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാം. ഓക്കെ, ബാക്കി ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. ഇന്റർ നോക്കാം. ഇന്റർ എന്ന് പറയുമ്പോ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താ മീൻസ്? ഇനി മീൻസ് ഉള്ളിൽ എന്നുള്ളൊരു അർത്ഥമാണ് അല്ലെ. ഇന്റർ ട്രാൻസ്ഫർ അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ട്രാൻസ്ഫർ. മനസ്സിലായോ? അകത്ത് ആ ഹോസ്പിറ്റൽ വിട്ട് പുറത്തേക്ക് പോകുന്നില്ല, ദെൻ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ വരുന്നത്. ഓക്കെ, ഈ ഇന്റർ ട്രാൻസ്ഫറിന് തന്നെയാണ് നമ്മൾ ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ററിന് തന്നെയാണ് ഇന്റേണൽ. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റിന് നമ്മള് എന്തെങ്കിലും അസുഖമായിട്ട് വന്നു, ചിലപ്പോൾ വാർഡിലായിരിക്കും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ആ പേഷ്യന്റിന് എന്താണ് എന്തെങ്കിലും ഒരു പെട്ടെന്ന് തന്നെ ഒരു സിറ്റുവേഷൻ മോശമായിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ആ ഒരു പേഷ്യന്റിനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നേരെ എന്താണ് ഹോസ്പിറ്റൽ വാർഡിനുള്ളിൽ നിന്നും ICUയിലോട്ട് മാറ്റി ഇല്ലേ. അപ്പൊ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല, മറിച്ച് ആ സെയിം ഹോസ്പിറ്റലിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ മാറി അല്ലേ. വാർഡിൽ നിന്നും നമ്മൾ ആ പേഷ്യന്റിനെ എങ്ങോട്ട് മാറ്റി? ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. സോ അങ്ങനെയുള്ള ട്രാൻസ്ഫറുകളെയാണ് ഇന്റർ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണ് എല്ലാവർക്കും? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഹോസ്പിറ്റൽ വിട്ട് പോകുന്നില്ല, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ. ഇന്റർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, അങ്ങനെ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, സോ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സോ അപ്പോ ഇൻട്രാ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഇൻട്രാ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി ഇല്ല എങ്കിലും നമ്മൾ ആ പേഷ്യന്റിനെ അനദർ ഹോസ്പിറ്റൽ അല്ലെ, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഇൻട്രാ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇൻട്രാ ആൻഡ് ഇന്റർ. ഓക്കെ, അല്ല അത് മനസ്സിലായോ? ഓക്കെ, മാറിപ്പോകരുത്. അതാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാം, ദെൻ ബാക്കി ഓപ്പോസിറ്റ് ആണല്ലോ. ഓക്കെ, ദെൻ it may involve carrying a patient within the same facility for any diagnostic procedure or shift to another facility with a more developed care. നമ്മളിപ്പോ പറഞ്ഞ കാര്യം അല്ലേ. ഒന്നില്ലെങ്കിൽ ഇന്റർ എന്ന് പറയുമ്പോൾ പേഷ്യന്റിനെ വിത്തിൻ സെയിം ഫെസിലിറ്റിയിൽ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറ്റുന്നു. ദെൻ അനദർ ഫെസിലിറ്റി മോർ ഡെവലപ്ഡ് കെയർ ലഭിക്കാൻ വേണ്ടിയിട്ട് അനദർ ഫെസിലിറ്റിയിലോട്ട് മാറ്റുന്നു. അതാണ് ഇൻട്ര. ഓക്കെ, അത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. Then the main aim in all such shifting is to maintain the continuity of medical care. Underline cheya. Main aim. നമ്മൾ ഈ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വെൽ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയറിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ? The main aim in all such shifting is to maintain the continuity of medical care. Then, as the transfer of a sick patient may produce various psychological changes, physiological changes, which may negatively affect the prognosis of the patient, it should be initiate safe transfer consists of decision to transfer and communication. Pre-transfer stabilization and preparation, choosing appropriate mode of transfer. അത് റെപ്രസെന്റ്സ് ആണ് കേട്ടോ. നോക്കാം, അതായത് ഇപ്പൊ ഒരു സിക്ക് ആയിട്ടുള്ള അസുഖമായിട്ടുള്ള പേഷ്യൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് അവര് ഫിസിയോളജിക്കലി ആയിട്ട് ചേഞ്ചസ് വരാമെന്ന്, ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് വഷളാവുകയോ അങ്ങനെയൊക്കെ സംഭവിക്കാം.
സോ അതിനാൽ നമ്മൾ എന്ത് വേണം? ഇറ്റ് ഷുഡ് ബി ഇനിഷ്യേറ്റ് സേഫ് ട്രാൻസ്ഫർ. ഏത് രീതിയിൽ ആ പേഷ്യന്റിനെ സേഫ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം എന്നുള്ളത് തീരുമാനിക്കണം. ഓക്കെ, പെട്ടെന്ന് കണ്ടീഷൻ മോശമാകുന്ന പേഷ്യന്റ് ആണെങ്കിൽ അതനുസരിച്ചുള്ള കെയർ കൊടുത്തിട്ട് വേണം നമുക്ക് ആ പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ. അല്ലെങ്കിൽ എന്താണ്, പോകുന്ന വഴിക്ക് പല രീതിയിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. സോ ചൂസിങ് അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് തരത്തിലുള്ള ട്രാൻസ്ഫർ ആണ് നമുക്ക് വേണ്ടത് തീരുമാനിക്കണം. എക്സാമ്പിൾ പറയുന്നത് land transfer or air transport, personal going along with the patient, equipment and monitoring needed in the course of transfer and clear. അപ്പോ പല രീതിയിലുള്ള ട്രാൻസ്ഫർ ഉണ്ട്. ഇപ്പോ ലാൻഡ് ട്രാൻസ്ഫർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ്, റോഡിലൂടെ നമ്മൾ ആംബുലൻസിൽ കൊണ്ടുപോകണോ, അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് വേണോ, then personal along with the patient. ഇപ്പൊ പേഷ്യന്റ് അവരുടെ വാഹനത്തിൽ തന്നെ സ്വന്തമായിട്ട് കൊണ്ടുപോവുകയാണോ, ഏതാണ് വേണ്ടതെന്ന് പേഷ്യൻസിന്റെ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോ നമുക്കറിയാം എയർ ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്യാറുണ്ട്. എപ്പോഴാണ് എയർ ട്രാൻസ്പോർട്ട് ഒക്കെ വരുന്നത്? ചെറിയൊരു ട്രാൻസ്ഫറിന് എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാറുണ്ടോ? അത്രയും കോംപ്ലിക്കേഷൻസ് വരുന്ന, ഇപ്പോ നമ്മൾ കാണാറുണ്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെയുള്ള വലിയ വലിയ സർജറികൾ, അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ നമുക്കത് പേഷ്യന്റിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? എയർ ട്രാൻസ്പോർട്ട്, അല്ലെ? ടൈം അത്രയും കുറവ്, പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത്. സോ പേഷ്യൻസിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് പേഷ്യന്റിനെ സേഫ് ആയിട്ട് ഏത് മെത്തേഡാണോ, ഏത് മോഡാണ് വേണ്ടതെന്ന് തീരുമാനിക്കാം. ഇപ്പൊ ചിലപ്പോൾ ആംബുലൻസ് ആയിരിക്കും വേണ്ടത്, ചിലവർക്ക് തന്നെ എന്താണ് മോണിറ്ററിംഗും എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ള ICU ആംബുലേറ്റർ, വെന്റിലേറ്റർ ആംബുലേറ്റർ കണ്ടിട്ടില്ലേ ആംബുലൻസ്, ICU, അങ്ങനെ ബേസിക് ലൈഫ് സപ്പോർട്ട്, അങ്ങനെ നമുക്ക് പഠിക്കാനൊക്കെ ഇതിനകത്ത്. സോ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സോട് കൂടിയിട്ടുള്ള ഒരു ആംബുലൻസിലാണോ പേഷ്യൻസിനെ കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിക്കുക. The documentation and hand over the patient at the receiving facility. ഇനി ഇവിടുന്ന് നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ഇവിടുന്ന് ഡോക്യുമെന്റേഷൻസ് ഒക്കെ കൊണ്ടുപോകും. അതുവരെ ആ ഹോസ്പിറ്റലില് പേഷ്യൻസിന് നമ്മൾ കൊടുത്തിട്ടുള്ള മെഡിസിൻസുകളായാലും ഇഞ്ചക്ഷൻ ആയാലും ആ ട്രീറ്റ്മെന്റ്സിന്റെ ഡോക്യുമെന്റ്, അത് നമ്മൾ മറ്റു ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ റിസീവ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി, ചിലപ്പോൾ നഴ്സസ് ആവാം, ഡോക്ടേഴ്സ് ആകാം, ദെൻ അവർക്ക് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ദെൻ ബാക്കിയുള്ള ചികിത്സ നൽകുന്നത് അവരാണ്. സോ അതുവരെ ഈ പേഷ്യന്റിന് നമ്മൾ എത്രത്തോളം ട്രീറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ് അവര് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് ട്രീറ്റ്മെന്റ്സ് പേഷ്യൻസിന് നൽകുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് ഒരു ഓവറോൾ ആയിട്ട് എന്താണ് ട്രാൻസ്ഫർ, പേഷ്യന്റിനെ നമ്മൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ഓക്കെ ആണോ? എന്താണ് ട്രാൻസ്ഫർ എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടിയോ? ഐഡിയ എന്താണ് ഒരു ട്രാൻസ്ഫർ ചെയ്യുക? ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ ഇൻട്രൊഡക്ഷൻ? ഓക്കെ, ഓക്കെ ആണോ വായിച്ചിട്ട് ട്രാൻസ്ഫർ എന്താണെന്നുള്ളത്? Then next one കൊടുത്തിരിക്കുന്നത് ഒരു ഡെഫിനിഷൻ ആണ്. ഇപ്പൊ ഡെഫിനിഷൻ അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്യാം, പഠിക്കുക, നോക്കാം. Transfer is defined as preparing patient
completing requisite records and shifting patient to another department within the hospital or to another hospital or home. എന്താണ് ട്രാൻസ്ഫർ? നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് നമ്മൾ പ്രിപ്പയർ ആക്കുന്നതാണ് അല്ലെ. അതായത് നമ്മൾ ട്രീറ്റ്മെന്റ്സിന് കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ്സിന് വേണ്ടി പ്രിപ്പയർ ആക്കുന്നു. ഒന്നില്ലെങ്കിൽ വിത്തിൻ ദ ഹോസ്പിറ്റലില് അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലില് അനദർ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ചില പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരും. ചിലപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലാത്തൊരു സ്റ്റേജില് എന്താ വീട്ടിലേക്കായിരിക്കും പേഷ്യൻസിനെ തിരികെ കൊണ്ടുവരുന്നത്. ഓക്കെ, ഡെഫിനേഷൻ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, പഠിക്കണം. എക്സാമിന് ഡെഫിനേഷൻ ചോദിക്കാറുണ്ട്. Then next one, purpose. എന്താണ് ട്രാൻസ്ഫറിന്റെ പർപ്പസ്? ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. To get necessary diagnostic test and procedure. ഇല്ലേ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കും പ്രൊസീജിയർക്കും വേണ്ടി. Then to provide treatment and nursing care. നല്ലൊരു ട്രീറ്റ്മെന്റ്സ് കിട്ടാനും നല്ലൊരു നഴ്സിംഗ് പരിചരണം ലഭിക്കുന്നതിന്. To provide specialized care. അല്ലെ, നമ്മളിപ്പോ തുടർന്ന് ഹോസ്പിറ്റലില് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ICU അല്ലെങ്കിൽ വെന്റിലേറ്റർ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. സോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ ലഭിക്കുക. To place the most suitable utilization or available personal and services. അല്ലെ, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള സർവീസസുകളും സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ് നമുക്ക് ഇതുപോലെ തന്നെ കെയറുകളും ഫെസിലിറ്റികളും ലഭിക്കുക. To match severity of nursing care based on patient's level of needs and problems. പേഷ്യൻസിന്റെ ലെവലും ആവശ്യങ്ങളും പ്രോബ്ലംസും മനസ്സിലാക്കി അതിന് മാച്ച് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് കെയർ, നല്ലൊരു പരിചരണം ലഭിക്കുന്നതിന് വേണ്ടി. ഓക്കെ, ഇത്രയുമാണ് പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ. ഡെഫിനേഷൻ വായിക്കുക, ഡെഫിനേഷൻ പഠിക്കുക, അതോടൊപ്പം തന്നെ പർപ്പസ് ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചോ ഡെഫിനിഷൻ ആൻഡ് പർപ്പസ്? ലാസ്റ്റ് പോയിന്റ് പറയുന്നത് പേഷ്യന്റിന്റെ ആവശ്യത്തിനനുസരിച്ച് അവന്റെ ആവശ്യത്തിനും അവന്റെ ലെവൽസിന് അവന്റെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള നല്ലൊരു നഴ്സിംഗ് കെയർ ലഭിക്കുക. നെക്സ്റ്റ് വൺ നോക്കാം കേട്ടോ. ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ പേഷ്യന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറും. ഇന്റേണൽ എന്ന് വെച്ചാൽ ഇന്റർ ട്രാൻസ്ഫർ, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഇൻട്രാ ട്രാൻസ്ഫർ. Internal transfer. To transfer the patient to a unit that provides special care or care situated to his requirements. അതായത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരെ ഒരു യൂണിറ്റിൽ നിന്നും മറ്റൊരു സ്പെഷ്യൽ കെയറിലോട്ട് മാറ്റുന്നത്. എക്സാമ്പിൾ നോക്കി, ഫ്രം ജനറൽ വാർഡ് ടു ICU. ഹോസ്പിറ്റലിനുള്ള വാർഡിൽ നിന്നും ICUയിലോട്ട് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഇന്റേണൽ ട്രാൻസ്ഫർ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ചിലപ്പോൾ എക്സാമ്പിൾ വെച്ചായിരുന്നു ചോദിക്കുന്നത്. ഓക്കെ,
From general ward to ICU is the identify which type of transfer എന്ന് ചോദിക്കാം അല്ലേ. ഇപ്പൊ ഏതാണ് ഇന്റേണൽ ട്രാൻസ്ഫർ. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്നും തന്നെ ഒരു വാർഡിൽ നിന്നും ICUയിലേക്ക് പേഷ്യൻസിനെ മാറ്റുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി external transfer. To transfer the patient from one hospital to another hospital for the purpose of special care. സ്പെഷ്യൽ കെയർ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് പേഷ്യൻസിനെ നമ്മൾ മാറ്റുന്നതിനെയാണ് എന്ത് വിളിക്കുക എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. ഇനി എക്സാമ്പിൾ നോക്കി. ഫ്രം ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ഓർ ക്യാൻസർ സെന്റേഴ്സ്. ഇല്ലേ, ഇപ്പൊ ഒരു ജനറൽ ഹോസ്പിറ്റലിൽ പോയി, പക്ഷെ അവിടെ അതിനുള്ള സ്പെഷ്യൽ സൗകര്യങ്ങളൊന്നും ഇല്ല എങ്കിലും നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്കോ, അല്ലെങ്കിൽ ഇനിയിപ്പോ ചിലപ്പോ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ല എങ്കിലും നമ്മൾ ക്യാൻസർ സെന്ററിലോട്ടോ മറ്റോ പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യമാണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം, അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. എക്സാമ്പിൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരാറ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ദെൻ ഇനി വരുന്നത് ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, കുറച്ച് പോയിന്റ്സ് അധികം ഉണ്ട്. ഇന്നെടുത്ത് അത്രയും ക്ലിയർ ആണല്ലോ അവർക്കും എന്താണ് ട്രാൻസ്ഫർ. ദെൻ ടു ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചു, പർപ്പസ് എന്തൊക്കെയാണ്, ദെൻ ഡെഫിനിഷൻ. അത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ദെൻ സ്പീഡ് ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ ആണോ എല്ലാവരും? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ? ഓക്കെ, സ്പീഡ് കൂടുകയാണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഇടയ്ക്ക് ഞാൻ എന്റെ ഒരു നോർമൽ സ്പീഡ് ഇങ്ങനെയാണ് കേട്ടോ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ.